Okay, good morning, dear. Good morning, Miss. All of you mark your attendance. Good morning, Miss. Good morning. Okay. Take page number 37. അല്ലേ 37 ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അതിലെന്താണുള്ളത്? ചില്ലക്ഷരങ്ങൾ അല്ലെ? ചില്ലക്ഷരങ്ങൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് കുറെ ക്ലാസ്സുകളിലായി ചില്ലക്ഷരങ്ങള് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓർമ്മയുണ്ടല്ലോ മക്കൾക്ക് എല്ലാവർക്കും? ഓക്കെ, ചില്ലക്ഷരങ്ങൾ എല്ലാവരും ഒന്ന് എഴുതിയേ, ഒന്ന് എഴുതി കാണിച്ചേ. Take your slate and write. ചില്ലക്ഷരങ്ങൾ എഴുതും. ഓക്കെ, ചില്ലക്ഷരങ്ങളെ മിസ് എഴുതാ. വേഗം എഴുതണം നിങ്ങള്. P-R-E-S-E. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നമ്മൾ എഴുതിയിട്ടുള്ളത് ഇതിൽ ഇന്നാണ് ഉള്ളത് അല്ലെ? ഇൻ, നെക്സ്റ്റ് ഇൽ, താഴെഴുതി മുകളിലോട്ട്. നെക്സ്റ്റ് റാ എഴുതി മുകളിലോട്ട്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ നാ എഴുതുക. ഓക്കെ, വെരി ഗുഡ് ഇഷാനി ഷാനു. നെക്സ്റ്റ് ആരൊക്കെ എഴുതി? ആരൊക്കെ എഴുതി മക്കളെ? ആ, വെരി ഗുഡ്. അപ്പൊ ഇൻ, ഇൽ, ഇത്രയാണ് ചില്ലക്ഷരങ്ങൾ അല്ലെ? അപ്പൊ അത് വെച്ച് ഓരോ വേർഡ്സ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ? പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, നോക്കിയിട്ട് പറയണം മക്കൾ എല്ലാവരും. അപ്പൊ ചില്ലക്ഷരങ്ങളിൽ ആണ്, ചില്ലക്ഷരങ്ങൾ വെച്ചാണ് ഓരോ പിക്ചേഴ്സ് തന്നിട്ടുള്ളത് അല്ലെ? എന്തൊക്കെയാണെന്ന് നോക്കിയേ. എല്ലാവരും എഴുതിയോന്ന് കാണിച്ച് നോക്കട്ടെ, മറന്നുപോയോന്ന് അറിയണല്ലോ. ഇവാന, ബിജു. ഓക്കെ, ഇവാനയുടെ യൂണിഫോം എവിടെ? ഫാത്തിമത്തുൽ ബാബ, റിയാൻ യൂണിഫോം ഒക്കെ ധരിച്ചിട്ടുണ്ട്. ഫാത്തിമ, മെഹറിൻ, ഉമർ ജാഫർ എല്ലാം. ഫാത്തിമ നല്ല റിബണൊക്കെ കെട്ടിയിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് ആരൊക്കെയാ നോക്കട്ടെ. മുഹമ്മദ് റഫാൻ, ഷഹല് കേറിയിട്ടില്ല അല്ലേ? ഷഹല്, ഏബൽ, സിൻഡോ, ഡെൽവിൻ, ബിജു, ആദിയ, മധു. ഒന്ന് കാണിച്ചില്ല എല്ലാവരും. വീഡിയോ എന്താണ് ഒന്ന് ഓണാക്കിയേ. ഷഹല് ഓണാക്കണ്ട, കുഴപ്പമില്ല. ഷാസിൽ ഓണാക്കിയ മോനെ, ഷാസിലെ. ഓക്കെ, അപ്പൊ ഇൻ, ഇൽ, ഇത്രയാണ് അല്ലെ ചില്ലക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞത്. അതില് എന്താ ഫസ്റ്റ് വൺ പിക്ചർ എന്താണ്? റഫാൻ. ആ, വെരി ഗുഡ് റഫാൻ. ആദിശ്രീ, വെരി ഗുഡ്. ഏദൻ തോമസ് എഴുതി കഴിഞ്ഞോ? അറിയാമോ എഴുതാൻ? എഴുതി നോക്കിയേ. ഏദൻ തോമസ്, വെരി ഗുഡ്. ആ, വെരി ഗുഡ് ഏദൻ. ഓക്കെ, അപ്പൊ അത് വെച്ച് ഫസ്റ്റ് വൺ എന്താണുള്ളത് റഫാൻ? ഫസ്റ്റ് പിക്ചർ എന്താ? വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്തത് എന്താ ആദിശ്രീ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്തത് എന്താ ഉമർ ജാഫറെ? നെക്സ്റ്റ് പിക്ചർ എന്താ മക്കളെ? വാൽ. ആ, വെരി ഗുഡ്. അടുത്തത് എന്താണ്? അടുത്ത പിക്ചർ എന്താ? ഓക്കെ, ഡെൽവിൻ, വെരി ഗുഡ്.
നൂഹക്കുട്ടി മലർ അല്ലെ മലർ മലർ എന്ന് പറഞ്ഞാൽ പൂവ് ഓക്കെ മലർ അടുത്ത ലാസ്റ്റ് വൺ എന്താ കൂൺ അല്ലെ കൂൺ കാക്ക് ഊ എന്ന ചിഹ്നം യൂസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് എന്ന ചില്ലക്ഷരവും യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ കൂൺ വായിച്ചു നോക്കിയേ കൂൺ ഓക്കെ അതിന്റെ താഴെ കണ്ടോ റൈറ്റിംഗില് മാൻ നോക്കിയേ മാൻ വാൾ ഉരൽ കയർ തൂൺ അല്ലേ വായിക്കുന്നത് നോക്കുന്നുണ്ടോ ഓക്കെ മാൻ വാൾ ഉരൽ കയർ നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്താ തൂൺ അല്ലേ താക്ക് ഊ എന്ന ചിഹ്നം യൂസ് ചെയ്തു ചില്ലക്ഷരം എഴുതി അല്ലേ തൂൺ ഓക്കെ അപ്പൊ ചില്ലക്ഷരങ്ങളില് ഇൻ ഇൽ ഇർ നെക്സ്റ്റ് മീൻ ഇൻ മീൻ ഇൽ തേൾ ഇൽ വാൽ ഇർ മലർ ഇൻ കൂൺ മാൻ വാൾ ഉരൽ കയർ തൂൺ തൊട്ട് വായിച്ചേ ആ ഒന്നുകൂടി വായിക്കാം മിസ് ചില്ലക്ഷരങ്ങൾ എന്നാണ് ഹെഡിങ് ഉള്ളത് ഇൻ ഇൽ ഇർ കൈ തൊട്ട് പിടിച്ച അവിടെ പെൻസിലുണ്ട് മീൻ തേൾ വാൽ മലർ കൂൺ മാൻ വാൽ ഉരൽ കയർ തൂൺ വായിക്കാൻ പഠിച്ചോ അപ്പൊ ചില്ലക്ഷരങ്ങൾ വെച്ച് രണ്ട് വേർഡ്സ് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരേ ഇതില് അത് ഇന്നാണെങ്കിൽ മീനും മാൻ അല്ലെ മാൻ മീൻ മാൻ നെക്സ്റ്റ് വൺ തേൾ വാൽ അടുത്തത് ഇൽ അല്ലെ ഇൽ വാൽ ഉരൽ നെക്സ്റ്റ് ഇർ മലർ കയർ അടുത്തത് ഇൻ കൂൺ തൂൺ കണ്ടോ മക്കളെ അപ്പൊ അത്രയും വേർഡ്സുകളാണ് അവിടെ ഉള്ളത് അപ്പൊ മക്കള് ഹോംവർക്ക് ചെയ്യുമ്പോ എന്ത് ചെയ്യണം നമ്മളെ ചൂലേൻ ബുക്കില് ഇതിൽ ഓരോന്ന് എഴുതണം കേട്ടോ മീൻ വാൾ അങ്ങനെ എഴുതണം കേട്ടോ വരച്ചിട്ട് എഴുതണം ഇപ്പൊ മീനും തേളും ആണെങ്കിൽ അടുത്ത് മീൻ തേൾ വാളിന് വരച്ചിട്ട് നന്നായി ഒരു പേജിൽ എഴുതണം ഓക്കെ അപ്പൊ ചില്ലക്ഷരങ്ങളില് ഒന്ന് വായിക്കുന്നാരാ ഓക്കെ റഫാൻ എന്നാ വായിച്ചേ റഫാനെ ആ മലർ മാൻ വാൽ ഉരൽ കയർ പള്ളി വാഴുന്ന ഓക്കെ അടുത്ത തൂൺ അല്ലേ ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് ഇഷാനി വായിച്ച ഉറക്ക വായിച്ച ഇഷാനി ശ്രദ്ധിക്കണേ മക്കളെ വായിക്കുമ്പോ വെരി ഗുഡ് നെക്സ്റ്റ് റിയാൻ ഒന്ന് വായിച്ച റിയാനെ മാക്ക് ഈ എന്ന ചിഹ്നം അപ്പൊ മീൻ ആ മലർ നെക്സ്റ്റ് ലാസ്റ്റ് ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് ലുബാബ ലുബാബ
Man. ആ One. Udel. Kayar. ആ ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് ആരാ ആയിഷ മാനം വായിപ്പിക്കാം എല്ലാരും മിസ് ഓക്കെ ആ ആയിഷ നല്ല സൗണ്ടിൽ വായിച്ചേ ఒక అక్షరం ఇది రాసిన కలర్ లో అది మాత్రం മല കൂൺ നെറ്റ് പ്രോബ്ലം ഉണ്ടല്ലോ ഓക്കെ നെക്സ്റ്റ് ആരാ വായിക്കുന്നേ ഫാത്തിമ മെഹറി മിസ് എല്ലാരെയും ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഫാത്തിമനെ ഞാൻ അൺമ്യൂട്ട് ചെയ്യാം ഓക്കെ ഫാത്തിമ അൺമ്യൂട്ട് ചെയ്തോ ആ ആ ആ ഉരൽ ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് ആരാ വായിക്കുന്നേ ആ അൻവിത പ്രജീഷ് ആ Man in wall ഉരൽ kayar കയർ വെരി ഗുഡ് നെക്സ്റ്റ് ന്യൂഹാസ്മി കുട്ടി കുറെ സമയമായിട്ട് കൈപ്പൊക്കുന്നുണ്ട് ആ ന്യൂഹ പ്ലീസ് അൺമ്യൂട്ട് വായിച്ചു മാൻ ആ ആ കയർ തൂൺ ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് മുഹമ്മദ് ഷാസിൽ പ്ലീസ് അൺമ്യൂട്ട് Man, wall, udel, kayar, tune. Okay, very good. Next, Delvin Biju. Mean. Next one എന്താ മോനെ third. Third. വാക്കാച്ചിമുട്ടു എന്താ വായിക്കുക വാൽ ഓക്കെ വെരി ഗുഡ് അടുത്ത അക്ഷരം നോക്കിയേ മക്കള് ഏതൊക്കെ അക്ഷരം ഉള്ളത് ആ മല വെരി ഗുഡ് മായും ലായും ഉണ്ട് ചില്ലക്ഷരമായ ഉണ്ട് ആ അടുത്തത് ഏതാ അക്ഷരം മിസ്സിന് നോക്കിക്കോ ഏതാ അക്ഷരം ക അല്ലേ കാക്ക് ഏത് ചിഹ്ന യൂസ് ചെയ്തിട്ടുള്ളത് ചിഹ്നല്ലേ അപ്പൊ എന്തായി
ഊ എന്ന ചിഹ്നോടുമ്പോ കൂവായി. പിന്നെ ചില്ലക്ഷരം ഇണ്ണുണ്ട്. എന്ത് വായിക്കും? പറഞ്ഞോ. കൂൺ. ആ കൂൺ. നെക്സ്റ്റ് ആ അടുത്ത അക്ഷരം ഏതാന്ന് നോക്കിയേ മോനെ ടെക്സ്റ്റില്. വാൾ. വെരി ഗുഡ്. ആ ഊ. ഊ അല്ലേ ഫസ്റ്റ് ലെറ്റർ? ഊ രാ ഇൽ. ഉരൽ. ആ കാ. ആ യാ. കരൽ. കയർ. കയർ. ആ തൂ. ഊ. ഏതാ ചില്ലക്ഷരല്ലേ അവിടെ? ആ അന്നേരം എന്താ വായിക്കുക? തൂൺ. ആ ഓക്കെ, വെരി ഗുഡ്. മഹിമക്കുട്ടി ശ്രദ്ധിക്കണേ. മോളെ കീർത്തി എന്തേ മോളെ കേറാത്ത ക്ലാസ്സിൽ രാവിലത്തെ? കീർത്തി കീർത്തിക്ക് അക്ഷരം പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ അല്ലേ? ശ്രദ്ധിക്കണേ മോളെ. ആ മോളെ എഴുതാൻ പഠിച്ചോ? വെരി ഗുഡ്, സൂപ്പർ. ഇന്നെന്താ കീർത്തി കേറാതെ? രാവിലെ കേറി മേഡം കീർത്തി. രാവിലെ ഇന്ന് രാവിലെ കേറിയിരുന്നോ? ആ കേറിയിരുന്നു ഇന്ന് രാവിലെ. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഇവിടെ ഏതൻ തോമസ്. ആദിശ്രീ വിളിക്ക. ആദിശ്രീ. ഏതൻ തോമസ്. വെരി ഗുഡ്. ടു. ഓക്കെ, നെക്സ്റ്റ് ആദിശ്രീ. മലർ. ഊൺ. വെരി ഗുഡ്. നെക്സ്റ്റ് വൈഗ. കൂൺ. ഉരൽ. കയർ. ടു. വെരി ഗുഡ്. നെക്സ്റ്റ് ആദിഷ്. ആദിഷേ. ബൈക്ക് ബൈക്ക്. മീൻ. വാൽ. മലർ. താഴത്ത് നോക്കിയ അക്ഷരം നോക്കി വായിച്ചേ. മാൻ. ഉരൽ. കയർ. തൂൺ. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്ന അടുത്ത്? ഏതൻ ജെ മാത്യു. ഏതൻ പ്ലീസ് അൺമ്യൂട്ട്. മീൻ. തേൻ. വാൽ. മലർ. മാൻ. വാൽ. ഉരൽ. കയർ. തൂൺ. ഓക്കെ, ഉരൽ കയർ തൂൺ.
ഓക്കെ കഴിഞ്ഞു അല്ലേ വെരി ഗുഡ് നെക്സ്റ്റ് ഫാത്തിമ ജാബിർ ഫാത്തിമ ഇരുത്തത്താണല്ലോ ഇരിക്കുന്നത് ഫാത്തിമ ഇരുട്ടല്ല ആ വായിച്ചേ മോള് നോക്കി വായിച്ചേ വേഗം വായിക്കേ ആ ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് നിദാശ വായിച്ചോ നിദാശ വായിച്ചടാ കൂൺ മാൻ ഏതെത്തി മാൻ വാൾ ഉരൽ കേൾക്കുന്നില്ലല്ലോ മിസ്സിനെ കയർ തൂൺ വെരി ഗുഡ് നെക്സ്റ്റ് ഉമർ ജാഫർ ഉറക്കെ വായിച്ചു ഉമരെ കേൾക്കുന്നില്ലടാ ഉമർ സ്റ്റക്കാന്ന് തോന്നുന്നു ഓക്കെ നെക്സ്റ്റ് ആരാ വായിക്കാനുള്ളത് ഐവിൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഐവിൻ ജോസഫ് വായിച്ചു മോനെ അതിന് തൊട്ട് മേലത്തത് മീൻ വായിച്ചോ ഓക്കെ എന്നാ താഴത്തെ വായിച്ചേ മാൻ ഐവിനെ മുഴുവൻ വായിച്ചോ ഐവിനെ അൺമ്യൂട്ട് ചെയ്തു ഓക്കെ കുഴപ്പമില്ല വെരി ഗുഡ് നെക്സ്റ്റ് ആരാ ഏബൽ സിൻഡോ പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ ഇവാന ബിജു വായിച്ചേ മോനെ മോളെ അൺമ്യൂട്ട് ചെയ്തോ ഞാനൊന്ന് വീഡിയോ ഉണ്ടാക്കാൻ പറഞ്ഞ ഇവാന വായിച്ചേ മീൻ ഉരൽ കയർ തൂൺ ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് ഏബൽസിന്റെ വീഡിയോ ഓഫ് ആക്കുന്നുണ്ടടാ ഏബില് കേട്ടില്ല മിസ് ഇവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ട് ഓക്കെ എന്നാ വായിച്ചേ മീൻ അത് മുതൽ ആണി മലർ കൂൺ മാൻ വാൾ ഉരൽ ഉരൽ
ആമ്പുതൽ കയർ കയർ തൂൺ. തൂൺ. ഓക്കെ, മഹിമ വായിക്കാൻ പറ്റും മോളെ? മഹിമക്കുട്ടി വായിക്കാൻ അറിയോ? ഒന്ന് വായിച്ചേ. മീൻ, മീൻ, തേൾ, തേൾ, വാൽ, വാൽ, മലർ, മലർ, കൂൺ, കൂൺ, മാൻ, മാൻ, വാൾ, വാൽ, ഉരൽ, ഉരൽ, കയർ, കയർ, തൂൺ. തൂൺ. ഓക്കെ മക്കളെ, അപ്പൊ നന്നായി വായിക്കും കേട്ടോ. നിങ്ങൾ അക്ഷരങ്ങൾ നോക്കി വായിച്ചാ മതിയേ, ബൈഹാർട്ടാക്കി വായിക്കല്ലേ. ഓക്കെ, നെക്സ്റ്റ് ദോശ അല്ലെ? ദോശ എന്നൊരു ഇത് പഠിക്കാനുണ്ട് നമുക്ക്. ദോശയുടെ അല്ലെ, കുഞ്ഞുണ്ണി മാഷിന്റേതാണ് ദോശ. ദോശ അറിയോ എല്ലാവർക്കും? അറിയോ? ദോശ കഴിക്കാറുണ്ടോ എല്ലാവരും? ഇഷ്ടമുണ്ടോ ദോശ? ഓക്കെ, ഇങ്ങനെ കഴിക്കാറുണ്ട് അല്ലേ നമ്മള്? അപ്പോ ദോശനെ പറ്റി നോക്കാം നമുക്കല്ലേ. ശീ ശൂ രണ്ടൊച്ച. എങ്ങനെയുണ്ടാവുക ദോശ? ദോശക്കല്ലിലേക്ക് ഒഴിക്കുമ്പം ശീ ശൂ എന്നുണ്ടാവും ഒരൊച്ച. ശീ ശൂ രണ്ടൊച്ച. ദോശ ചുടുമ്പോൾ ഉള്ളൊച്ച. ദോശ ചുടുമ്പോൾ ശീലൊക്കെ ഒരയിക്കുമ്പോ ഉണ്ടാവും അല്ലേ. നെക്സ്റ്റ്, ദോശ ചുടുന്നത് കാതറിയും, ദോശ ചുടുന്നത് മൂക്കറിയും. ദോശ ചുടുന്നത് കാതെങ്ങനെ അറിയുന്നേ? കാതേതാ? ചെവി. എങ്ങനെയാ അറിയുന്നേ? എങ്ങനെയാണ്? അതിന്റെ സൗണ്ട് വരുമ്പോഴല്ലേ, അതിന്റെ ഒച്ച കേൾക്കുമ്പോ എന്തുണ്ടാവും? നമുക്ക് ദോശ ചുടുന്നത് അറിയാം. പിന്നെയോ എങ്ങനെയാ മൂക്കറിയുന്നത് മക്കളെ? എങ്ങനെയാ ദോശ ചുടുമ്പോൾ മൂക്കറിയല്? ആർക്കും അറിയില്ല. പറഞ്ഞറിയാനേ, പറഞ്ഞോ മോനെ. എങ്ങനെയാണ് മൂക്കറിയുന്നത്? വെരി ഗുഡ്. അതിന്റെ മണം വരുമല്ലേ ദോശയുടെ? നല്ല മണം ഉണ്ടാവും. നമ്മള് മീൻ പൊരിക്കുമ്പോ ഒക്കെ മണം ഉണ്ടാവും അല്ലേ? അതേപോലെ അതാ പറഞ്ഞേ, എന്ത്? ശീശൂ രണ്ടൊച്ച, ദോശ ചുടുമ്പോൾ ഉള്ളൊച്ച. ദോശ ചുടുന്നത് കാതറിയും, ദോശ ചുടുന്നത് മൂക്കറിയും. അല്ലേ? കുഞ്ഞുണ്ണി മാഷ് വളരെ വിദഗ്ധനാണ് അല്ലേ? എന്തൊക്കെയാ പാട്ടുകൾ ഉണ്ടാക്കുന്നതെന്ന് അറിയോ? അല്ലേ? ശീ ശൂ രണ്ടൊച്ച, ദോശ ചുടുമ്പോൾ ഉള്ളൊച്ച. ദോശ ചുടുന്നത് കാതറിയും, ദോശ ചുടുന്നത് മൂക്കറിയും. അല്ലേ? അപ്പൊ ശീ ശൂ എന്നുള്ള രണ്ടൊച്ച ഉണ്ടാവും അല്ലേ? കല്ലിങ്ങനെ ദോശക്കല്ല് കണ്ടിട്ടുണ്ടോ? അടുക്കളയിലേക്ക്, കിച്ചണിലേക്ക് പോകാറുണ്ടോ എല്ലാവരും? അല്ല, ആക്കി തന്നിട്ട് മുമ്പിൽ കൊണ്ടുവെക്കുമ്പോഴാണോ കാണുക? കണ്ടിട്ടുണ്ടോ? ദോശക്കല്ല് കണ്ടിട്ടുണ്ടോ നിങ്ങള്? അറിയോ ഏതാ ദോശക്കല്ലിന്? അപ്പൊ ശീ ശൂ രണ്ടൊച്ച, ദോശ ചുടുമ്പോൾ ഉള്ളൊച്ച. ദോശ ചുടുന്നത് കാതറിയും, ദോശ ചുടുന്നത് മൂക്കറിയും. ശീ ശൂ രണ്ടൊച്ച, ദോശ ചുടുമ്പോൾ ഉള്ളൊച്ച. ദോശ ചുടുന്നത് കാതറിയും, ദോശ ചുടുന്നത് മൂക്കറിയും. ശീശൂ രണ്ടൊച്ച. പാടിയ ഉറക്കെ. ശീശൂ രണ്ടൊച്ച, ദോശ ചുടുമ്പോൾ ഉള്ളൊച്ച. ദോശ ചുടുന്നത് കാതറിയും, ദോശ ചുടുന്നത് മൂക്കറിയും. ദോശ ചുടുന്നതും വെരി ഗുഡ്. അപ്പൊ ശീശൂ രണ്ടൊച്ച, ദോശ ചുടുമ്പോഴുള്ളൊച്ച. ദോശ ചുടുന്നത് കാതറിയും, ദോശ ചുടുന്നത് മൂക്കറിയും. ആദിശ്രീ എന്താണ്? സൈറ്റ് അടിക്കാണ് ആദിശ്രീ മിസ്സിനോട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? ഈ ദോശപ്പാട്ട് പഠിക്കണേ മക്കള്. കുഞ്ഞിനി മാഷിന്റെ
നല്ലൊരു പാട്ടാണ് അല്ലേ? എന്ത്? ദോശ. പഠിക്കോ എല്ലാവരും? പഠിക്കോ? യെസ് ഓർ നോ? ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല ഇവര്? യെസ്, വെരി ഗുഡ്. ഇതൊന്നും ഇങ്ങനെ കാണിക്കൂല അല്ലേ? അപ്പൊ നല്ലൊരു ദോശപ്പാട്ട് പാടിയിട്ട് ഒരു പ്രതികരണവും ഇല്ല നിങ്ങൾക്ക്? പഠിക്കും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ദോശപ്പാട്ട് നിങ്ങൾ നല്ലവണ്ണം പഠിക്കും അല്ലേ? ഈ കുഞ്ഞിനി മാഷ് നിങ്ങൾക്ക് അറിയോ? ആരാണ്? ഇങ്ങനെ കുറെ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? പല്ലില്ലാത്തൊരു മുത്തശ്ശൻ എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത പേജ് നോക്കിയ മക്കളെ. നിങ്ങളിൽ 38 ആണോ പേജ് നമ്പർ? എല്ലാവരും നോക്കിയേ. താങ്ങായി തണലായി, താങ്ങായി തണലായി. എന്താ ഇവിടെ താങ്ങും തണലും തരുന്നത് നമുക്ക്? എന്താ ഇവിടെ പിക്ചറിലുള്ളത്? ഓൾ ഓഫ് യു ലിസൺ. പേജ് നമ്പർ എത്ര? 38 ആയിരിക്കും മക്കളതിൽ അല്ലേ? ഓക്കെ, അപ്പൊ താങ്ങായി തണലായി. എന്താ നമുക്ക് താങ്ങും തണലായിട്ടുള്ളത്? വൃക്ഷങ്ങളല്ലേ? മരങ്ങള്, മരം, വൃക്ഷം അല്ലേ? ട്രീ അല്ലേ? ഓക്കെ, അപ്പൊ താങ്ങായി തണലായി എന്നാണുള്ളത് അല്ലെ? നിങ്ങൾ കൂടുതൽ വൃക്ഷങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ? നിങ്ങൾക്കറിയോ കുറെ വൃക്ഷങ്ങളുടെ പേരറിയോ? മരങ്ങളുടെ ഏതൊക്കെ മരങ്ങളുടെ പേരറിയാം? ഒന്ന് പറഞ്ഞു തരുമോ? ആരാ പറയുന്നേ? അറിയോ? വൈഗ കയ്യെല്ലാം ഇട്ടിട്ട് കാണുന്നുണ്ട്. ഏതൊക്കെയാ വൈഗ? മാവ്. നെക്സ്റ്റ് ബനിയൻ ട്രീ അല്ലേ? ആൽമരം. അടുത്തത് നിങ്ങൾക്ക് അറിയുന്ന പറഞ്ഞാൽ മതി, പിക്ചറിൽ തന്നെ പറയണമെന്നില്ല കേട്ടോ. കവുങ്ങുണ്ട്, പ്ലാവുണ്ട്, നെക്സ്റ്റ് തെങ്ങുണ്ട് അല്ലേ? അപ്പോ അടുത്തത് എന്താ പറയുന്ന അറിയോ? ചിത്രം നോക്കി ഏത് വൃക്ഷമാണെന്ന് പറയുക. എന്താ ഷാസില അവിടെ വരച്ചത്? ഷാസിലെ ഒരു നല്ല സർക്കിൾ ക്ലോക്ക് എന്താ വരച്ചേ? സൂപ്പർ. ദോശയാ? വെരി ഗുഡ്. നല്ല ദോശയാണ് വരച്ചേ. വെരി ഓക്കെ. അപ്പോ താങ്ങായി തണലായി അല്ലെ? നമുക്ക് താങ്ങും തണലും തരുന്നുണ്ട് ഏത്? വൃക്ഷങ്ങൾ അല്ലേ? ഒരു നല്ല വെയിലത്ത് നടന്നു വന്ന ഒരു വൃക്ഷത്തിന്റെ അടിയിൽ നിന്നാലോ നല്ല തണല് കിട്ടും അല്ലേ? നല്ല AC നല്ല പ്രതീതിയായിരിക്കും. അപ്പൊ താങ്ങായി തണലായി എന്നാണ് അതിൽ പറയുന്നത്. അതിൽ കുറച്ച് വൃക്ഷങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് മക്കൾ തന്നെ പറഞ്ഞാൽ മതി അല്ലേ? ഫസ്റ്റ് വൺ മാവാണ് അല്ലേ? നെക്സ്റ്റ് ഇതാ ആൽമരം അല്ലേ? ബനിയൻ. നെക്സ്റ്റ് കവുങ്ങ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കവുങ്ങ്? നെക്സ്റ്റ് പ്ലാവ്. പ്ലാവ് അറിയോ? എന്താ അതിൽ പിടിക്കുക? ചക്ക. വെരി ഗുഡ്, ചക്ക. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്താ പിക്ചറിലുള്ളത്? തെങ്ങ്. തെങ്ങ്. തെങ്ങ് എന്താ ഉണ്ടാവും? തരുവോ നമുക്ക്? തേങ്ങ തരുവല്ലേ? തെങ്ങ്, കേരം അല്ലേ? ഒരു കൽപ്പവൃക്ഷമാണത്. അപ്പൊ തെങ്ങ് അല്ലെ? തേങ്ങ. നമ്മുടെ കേരളത്തിന് എന്തുകൊണ്ടാ കേരളം എന്ന പേര് വന്നതെന്ന് അറിയോ മക്കൾക്ക്? കേരളം കേരങ്ങൾ തിങ്ങി നിറഞ്ഞ നാടായത് കൊണ്ടാണ് കേരെന്ന് പറഞ്ഞ തെങ്ങ് അല്ലെ? തെങ്ങുകള് തിങ്ങി നിറഞ്ഞ നാടായത് കൊണ്ടാണ് കേരളത്തിന് കേരളം എന്ന പേര് വന്നത് അല്ലെ? മലയാള നാടിന് കേരളം എന്ന പേര് വന്നത്. അപ്പൊ കേരെന്ന് പറഞ്ഞ തെങ്ങ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ തെങ്ങ്. ഇത്രയാണ് വൃക്ഷങ്ങൾ അതിലുള്ളത്. അവിടെ താഴെ കണ്ടോ? മരം ഒരു വരം അല്ലെ? മരം. വായിച്ചു നോക്കിയേ. എന്താ വായിച്ച? രണ്ട് പക്ഷികൾ പിടിച്ചു നിൽക്കുന്നത് എന്താ? വായിച്ചു നോക്കിയേ. അക്ഷരം കൂട്ടി വായിച്ചു നോക്കിയേ. മരം ഒരു വരം.
മരം ഒരു വരം അല്ലെ. അപ്പൊ കുറച്ച് വൃക്ഷങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പൊ വൃക്ഷങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. തെങ്ങുകൾ ഇപ്പൊ എന്താ തേങ്ങ തരും അല്ലെ. തേങ്ങ ഇതൊക്കെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നല്ലേ. നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാം. തേങ്ങ നമ്മൾ കറിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ തെങ്ങുകൾ നമ്മളെ കൽപ്പവൃക്ഷമായിട്ടാണ്, നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വൃക്ഷമായതുകൊണ്ട് അതിനെ കൽപ്പവൃക്ഷം എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. ഓക്കെ. പിന്നെ മാവ് നമുക്ക് ഇഷ്ടം പോലെ മാംഗോ കിട്ടും അല്ലെ. നല്ല പഴുത്ത മാങ്ങ തിന്നാൻ നല്ല രുചി ഉണ്ടാവും. തിന്നാറുണ്ട് നിങ്ങള് പഴുത്ത മാങ്ങ? അല്ല പച്ച മാങ്ങ എന്നാണോ ഇഷ്ടം? അൻവിത, പച്ചയാണോ പഴുത്തതാണോ കഴിക്കാൻ ഇഷ്ടം? പഴുത്ത മാങ്ങക്ക് നല്ല രുചി ഉണ്ടാവും അല്ലെ. ഈ ആൽമരം കണ്ടിട്ടുണ്ടോ മക്കള്? ആലിന്റെ മരം കണ്ടിട്ടുണ്ടോ? ആൽമരം ബനിയൻ ട്രീ കണ്ടോ നിങ്ങള്? എവിടെയാ കണ്ടേ? ശിവന്റെ അമ്പലത്തിൽ, കൃഷ്ണന്റെ അമ്പലത്തിൽ. ശിവന്റെ അമ്പലത്തിൽ പോയവരുണ്ട് അവിടെ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് അറിയാല്ലേ ആൽമരം? അൻവിത അപ്പോഴേക്ക് മ്യൂട്ടാക്കി അല്ലേ അൻവിത? ഓക്കെ. അപ്പൊ എന്തൊക്കെയുള്ളത് ഇവിടെ? മുകളില് താങ്ങായി, തണലായി. വായിച്ചു നോക്കണേ. താങ്ങായി, തണലായി. എന്നിട്ട് മാവുണ്ട്, ബനിയൻ ട്രീ ഉണ്ട്, കവുങ്ങുണ്ട്, പ്ലാവുണ്ട്, തെങ്ങുണ്ട് അല്ലെ. ഇതിൽ ഓരോന്ന് നമുക്ക് എന്തൊക്കെയോ തരുന്നുണ്ട് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോ താഴെയുള്ളത് മരം ഒരു വരം. എല്ലാവരും എന്ത് ചെയ്യാ? ഇതും കൂടി വായിക്കണം. മറ്റേ നമ്മളെ ചില്ലക്ഷരങ്ങൾ എഴുതി പഠിക്കണം. അതുപോലെ മിസ് പറഞ്ഞ ആ വേർഡ് ഓരോന്നോരോന്നായി മീൻ, തേൾ, വാൽ അങ്ങനെ എഴുതി വെക്കണം കേട്ടോ. ടൂളിംഗ് ബുക്കില്, അതുപോലെ നമ്മളെ കർസീവ് ബുക്കും നിങ്ങൾ എഴുതണേ. അക്ഷരദീപം ബുക്ക്. ഓക്കെ. നമ്മുടെ സമയം കഴിഞ്ഞു. ഓക്കെ, ബൈ, സി യു, ബൈ ബൈ. ഓക്കെ, See you,